വിശുദ്ധ മാസങ്ങൾ കഴിഞ്ഞാൽ ആയുധവും എടുത്തിറങ്ങിക്കൊള്ളുക. വിഗ്രഹാരാധകരെ തുണ്ടം തുണ്ടമായി കൊല്ലുക. അല്ലാഹു പരമകാരുണികനാകുന്നു. വ്യവസായ ആവശ്യങ്ങൾക്ക് പോലും നമ്മുടെ സമാന വിശ്വാസികളും അല്ലാത്തവരുമായി കൂട്ടുകൂടരുത്. അത് അല്ലാഹു പൊറുപ്പിക്കുന്നതല്ല. എന്നാൽ നിന്റെ ആയുധത്തിനു മുമ്പിൽ അവൻ മാപ്പ് പറയുകയും കീഴടങ്ങുകയും ചെയ്താൽ അവനെ കൊല്ലാതെ വിടുക. അല്ലാത്ത പക്ഷം അവനെ കൊല്ലുക. എന്നാൽ ഓർമ്മിക്കുക, അവന്റെ ഭാര്യ നിനക്കുള്ളതാണ്, അവളെ കൊല്ലേണ്ടതില്ല. ഈ അർത്ഥത്തിൽ 100 കണക്കിന് വാക്യങ്ങൾ ഖുർആനിലുണ്ട്. 100 കണക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാതിലൂ ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅ്തദൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. തീവ്രവാദവും ഭീകരവാദത്തിന്റെ പ്രചോദനവും ഇസ്ലാമിക പ്രബോധനവും എല്ലാം കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളെ ഇന്ത്യ രാജ്യത്ത് നിയന്ത്രിക്കുകയും നിരോധിക്കുകയും ഇസ്ലാമിലേക്ക് ആർക്കും കടന്നു വരുവാൻ സാധ്യമല്ലാത്തൊരവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി തിരക്കഥ നിർമ്മിക്കുകയും സംവിധാനിക്കപ്പെടുകയും ചെയ്യുന്ന ഈ നാടകം ഇന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളെല്ലാം ഒറ്റക്കെട്ടായി അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം എന്ന ചോദ്യത്തിന് ഈ ചർച്ചകൾക്കെല്ലാം ഉള്ളിലൂടെ കടന്നു വരുന്ന ചില കാര്യങ്ങൾ നമുക്ക് കൃത്യമായ ഉത്തരം നൽകുന്നുണ്ട്. ജനം ടിവിയിൽ കേരളത്തിൽ നിന്ന് ഏതാനും ആളുകൾ അപ്രത്യക്ഷതുമായി ബന്ധപ്പെട്ട് നടന്ന ആദ്യത്തെ ചർച്ചയിൽ തന്നെ കേരളത്തിലെ ഇസ്ലാമിക പ്രബോധകരാണ് വിദ്വേഷ പ്രചാരകന്മാരെന്ന് പറഞ്ഞതിന് ശേഷം ആ വിദ്വേഷ പ്രചാരകന്മാർ എടുത്തുപയോഗിക്കുന്ന പരിശുദ്ധ ഖുർആൻ നിരോധിക്കുകയാണ് വേണ്ടത് എന്ന്, പരിശുദ്ധ ഖുർആനിലെ 1/3 ആയത്തുകളെങ്കിലും എടുത്തു മാറ്റുകയാണ് വേണ്ടത് എന്ന്, ആ 1/3 ആയത്തുകളാണ് ഇവിടെ കലാപങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുവാൻ കാരണം എന്ന രൂപത്തിലാണ് ആ ചർച്ചയിൽ പങ്കെടുത്ത ഒരു മാന്യദേഹം പറഞ്ഞു വെച്ചത് എന്നത് വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വാമിജിയുടെ പ്രഭാഷണം, ഒരു ചോദ്യോത്തരം വളരെ സമർത്ഥമായി ഹിന്ദു സുഹൃത്തുക്കൾക്കിടയിൽ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ പ്രഭാഷണം, ആ ചോദ്യോത്തരത്തിൽ പറയുന്നത്? മറ്റൊന്നുമല്ല, പരിശുദ്ധ ഖുർആനിലെ ഏതാനും ആയത്തുകൾ എടുത്തുദ്ധരിച്ച് ഈ ഖുർആൻ ഒരു ബഹുമത സമൂഹത്തിൽ, ഒരു ബഹുസ്വര സമൂഹത്തിൽ എത്രത്തോളം സമാധാനത്തിനും ശാന്തിക്കും നിമിത്തമാകുമെന്ന ചോദ്യപാട്, ആ ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന ഉത്തരം വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആൻ നിരോധിക്കുവാൻ വേണ്ടി കൽക്കട്ടയിൽ മുമ്പുണ്ടായ കേസിന്റെ പശ്ചാത്തലം എടുത്ത് പറഞ്ഞുകൊണ്ട് ആ കേസിൽ പറഞ്ഞതുപോലെ ഖുർആൻ നിരോധിക്കപ്പെടുകയാണ് വേണ്ടത് എന്ന ധ്വനി പകർത്തിക്കൊണ്ട്, അതല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾക്കെങ്കിലും ഇന്ന് അപ്രസക്തിയുക്തമാണ് എന്ന കാര്യം ഇസ്ലാമിക പ്രബോധകന്മാർ, മുസ്ലിം പണ്ഡിതന്മാർ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനാണ് തീവ്രവാദത്തെയും ഭീകരവാദത്തെയും പ്രോത്സാഹിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന സന്ദേശം പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ അടിസ്ഥാനപരമായി പരിശുദ്ധ ഖുർആനിനെ തെറ്റിദ്ധരിപ്പിക്കുക മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ഇന്ത്യ രാജ്യത്ത് പ്രബോധനം ചെയ്യപ്പെടുന്ന അവസ്ഥയില്ലാതെയാക്കുവാൻ വേണ്ടിയുള്ള സമർത്ഥമായ പരിശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. ഖുർആനിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട സൂക്തങ്ങളുണ്ട്. ഖുർആനിൽ ആരെയൊക്കെയാണ് ചങ്ങാതികളാക്കേണ്ടത്, ആക്കാൻ പാടില്ലാത്തത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഓരോ രംഗത്തുമുള്ള കൃത്യമായ നിയമനിർദ്ദേശങ്ങളുണ്ട്. പക്ഷേ ആ നിയമനിർദ്ദേശങ്ങളെല്ലാം എങ്ങനെ പ്രയോഗവൽക്കരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നിട്ടുണ്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതനുസരിച്ച് കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലമായി മുസ്ലിം സമൂഹം അവയെ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുമുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അടിസ്ഥാന പ്രമാണം പരിശുദ്ധ ഖുർആനാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അതേപോലെ തന്നെ അതിന്റെ അനുബന്ധ പ്രമാണങ്ങളായി പണ്ഡിതന്മാരുടെ ഇജ്മാഉം ഖിയാസുമെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഇവിടെ പരിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും ആദ്യത്തെ 3 നൂറ്റാണ്ടുകാർ എങ്ങനെ മനസ്സിലാക്കിയോ
അങ്ങനെ തന്നെ മനസ്സിലാക്കണമെന്ന് കൃത്യമായി അഹ്ലുസുന്നയുടെ ആളുകൾ പഠിപ്പിക്കുന്നതിന് കാരണം തന്നെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പ്രയോഗവൽക്കരിക്കുന്ന കാര്യത്തിൽ അവർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ 3 നൂറ്റാണ്ടിനിടക്ക് ലോകത്ത് ഒരുവിധമല്ലാ സാഹചര്യങ്ങളുമായും ഈ 3 തലമുറകൾ കടന്നുപോയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായ സർട്ടിഫിക്കേഷന് വിധേയമായ ഇതിന്റെ നല്ല തലമുറകൾ എന്ന സർട്ടിഫിക്കേഷന് വിധേയമായ ആ വിഭാഗങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ച് ഖുർആനും സുന്നത്തും മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ അത് വളരെ കൃത്യമാണ്. അവിടെ ആരും വഴി പിഴച്ചു പോകേണ്ടതില്ല, വഴിതെറ്റി പോകേണ്ടതില്ല. എന്നാൽ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനെയും തെറ്റിദ്ധരിപ്പിക്കുവാൻ ഖുർആനിൽ നിന്ന് സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് സന്ദർഭത്തിൽ നടത്തിയെടുത്ത് ഇസ്ലാമിന്റെ മിത്രങ്ങളെന്ന് അഭിനയിക്കുന്നവരും ശത്രുക്കളായി കൊട്ടിഘോഷിക്കുന്നവരുമെല്ലാം ഒരേപോലെ പരിശുദ്ധ ഖുർആനിനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ട്. അവരോട് നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത് പരിശുദ്ധ ഖുർആൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ആയത്തുകളുണ്ട് തീർച്ചയായും. പക്ഷേ ആ യുദ്ധവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഏത് സന്ദർഭത്തിൽ ഏത് രൂപത്തിൽ പ്രയോഗവൽക്കരിക്കണമെന്ന് പ്രവാചകനും സ്വഹാബിമാരും താബികളും താബികളും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ യുദ്ധ നടപടികളുണ്ട്. ആ യുദ്ധ നടപടികളിൽ നിന്ന് എന്ത് പാഠം ഉൾക്കൊള്ളണമെന്ന് സ്വഹാബിമാരും താബികളും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിക ലോകം നിലനിന്ന് പോന്നിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ എടുത്തു മാറ്റണമെന്ന് ഖുർആനിലെ 1/3 ഭാഗം അപകടകരമാണ് എന്ന് പറയുന്ന ആളുകളോട് കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലമായുള്ള ഇസ്ലാമിക പാരമ്പര്യത്തെ പഠിക്കുവാൻ നമ്മൾ സന്നദ്ധമാകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. പരിശുദ്ധ ഖുർആൻ ആയത്തുകളെ സന്ദർഭത്തിൽ അടർത്തി മാറ്റിക്കൊണ്ട് TV ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളുകളാണെങ്കിലും സ്റ്റേജുകളിൽ നിന്ന് പറയുന്ന സ്വാമിമാരാണെങ്കിലുമല്ല അവരോട് വളരെ വിനീതമായി നമുക്ക് പറയാനുള്ളത് ഖുർആനിലെ യുദ്ധത്തിന്റെ ആയത്തുകൾ നിലനിൽക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ് ലോകത്തെങ്ങുമുള്ള വ്യത്യസ്തങ്ങളായ സമൂഹങ്ങളിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമെല്ലാം സഹൃത്തുക്കളായി സഹോദരങ്ങളായി ജീവിച്ചു പോകുന്നത് എന്നാണ്. ഇന്ത്യയുടെ തന്നെ ചരിത്രമെടുക്കുക. ഇന്ത്യ രാജ്യത്തിലേക്ക് കേരളത്തിലേക്ക് ഇസ്ലാമിക പ്രബോധകന്മാർ ഇവിടെ കടന്നു വന്നപ്പോ ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു വന്നപ്പോ ഇവിടെ ഹിന്ദു രാജാക്കന്മാരാണ് ഉണ്ടായിരുന്നത്. ഹിന്ദു രാജാക്കന്മാരുടെ കീഴിലുള്ള അനുസരണയുള്ള പ്രജകളായിട്ടാണ് അവർ ജീവിച്ചു പോകുന്നത് എന്നതാണ് ചരിത്രം. അതേപോലെ തന്നെ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഇസ്ലാമിക പ്രബോധനത്തിന് അവസരവും സ്വാതന്ത്ര്യവും നൽകപ്പെടുന്ന പ്രദേശങ്ങളിലെല്ലാം അവർ സമാധാനത്തോടുകൂടി ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് എന്നതാണ് ചരിത്രം. ഇനി ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭാഗമായി മാറുമ്പോൾ മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഭാഗമായി മാറുന്ന സന്ദർഭത്തിലും പരിശുദ്ധ ഖുർആനിൽ മുസ്ലിങ്ങളെ കൂട്ടക്കൊരുതി ചെയ്യാൻ പറയുന്നു എന്ന് പറയുക, മുസ്ലിങ്ങളല്ലാത്തവരെ നശിപ്പിക്കുവാൻ പറയുന്നു എന്ന് പറയുക, രക്തം ചിന്തുവാൻ പറയുന്നു എന്ന് പറയുന്ന ആളുകൾ മനസ്സിലാക്കണം, ഇന്ത്യ രാജ്യത്ത് 1000 വർഷക്കാലം മുസ്ലിങ്ങളുടെ ഭരണമായിരുന്നു എന്ന്. 1000 വർഷക്കാലം മുസ്ലിങ്ങൾ ഭരിച്ചിട്ട് ഈ പരിശുദ്ധ ഖുർആനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഏതെങ്കിലും ഒരു മുസ്ലിം ചക്രവർത്തി, ഏതെങ്കിലും ഒരു മുസ്ലിം രാജാവ് ഖുർആനിൽ നിന്ന് ഈ ആയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഏതെങ്കിലും അമുസ്ലിമിനെതിരെ ആയുധമെടുത്തതായി, അവരെ കൂട്ടക്കൊരുതി നടത്തിയതായി, അവരെ തകർത്ത് കളഞ്ഞതായി, അവരുടെ രക്തപ്പുഴ ഒഴുക്കിയതായി ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഈ 1000 വർഷക്കാലം മുസ്ലിം ഭരണം നിലനിന്നിട്ടും മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷമായി സ്ഥിതി ചെയ്യുന്നത് ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുക എന്നല്ലാതെ ആരെയും നിർബന്ധിച്ചുകൊണ്ടോ പ്രലോഭിപ്പിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ ആരെങ്കിലും അടിച്ചേൽപ്പിച്ചുകൊണ്ടോ ഇസ്ലാം പ്രചരിപ്പിക്കുവാൻ ആരും ശ്രമിച്ചിട്ടില്ല എന്നതിനുള്ള വ്യക്തമായ തെളിവാണ് എന്നുള്ള വസ്തുത കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇവിടെ വിദ്വേഷ പ്രചാരണം നടത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ എടുത്തു കാണിച്ചുകൊണ്ട്, ജീവിതത്തിലെ സംഭവങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട്, അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ ആയത്തുകളെ എടുത്തു കാണിച്ചുകൊണ്ട് ഖുർആനിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ യുദ്ധവുമായി ബന്ധപ്പെട്ട വചനങ്ങളിൽ എന്താണ് പറയുന്നത് എന്ന്, ആ യുദ്ധവുമായി ബന്ധപ്പെട്ട വചനങ്ങളൊന്നും കാലഹരണപ്പെട്ടിട്ടില്ല. അതേ സാഹചര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേ സാഹചര്യം ഇന്നും ഉണ്ടാവുകയാണെങ്കിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ എന്നെന്നും പ്രസക്തമാണ്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ ഔലിയാക്കളാക്കി വെക്കുന്നതിനെ കുറിച്ച്, ആത്മമിത്രങ്ങളാക്കി വെക്കുന്നതിനെ കുറിച്ചുള്ള വചനങ്ങളുണ്ട്. ആ വചനങ്ങളുടെ സാഹചര്യം എന്താണ്, പശ്ചാത്തലം എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ അത് എന്നും പ്രസക്തമാണ്. പക്ഷേ പരിശുദ്ധ ഖുർആനിലെ സന്ദർഭത്തിൽ നടത്തിയെടുത്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആളുകളോട്
നമ്മൾ ചോദിക്കുക, യഥാർത്ഥത്തിൽ ഖുർആനിന് മാത്രമാണോ? ഏത് ഗ്രന്ഥത്തിൽ ഇതാണ് സന്ദർഭത്തിൽ നിന്ന് നമ്മൾ ആയത്തുകൾ വചനങ്ങളെ എടുത്ത് മാറ്റിക്കൊണ്ട് അവതരിപ്പിച്ചാൽ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയാതിരിക്കുക. ഗീത അതിൽ നിന്ന് മുക്തമാണോ? വേദസംഹിതകൾ മുക്തമാണോ? പരിശോധിക്കാമല്ലോ. യുദ്ധവുമായി ബന്ധപ്പെട്ട വചനങ്ങൾ എടുത്ത് പരിശോധിക്കാമല്ലോ. ഗീതയിലെ ശ്രീകൃഷ്ണന്റെ ഉപദേശങ്ങളെ സന്ദർഭത്തിൽ നടത്തിയെടുത്തുകൊണ്ട് ആരെങ്കിലും യുദ്ധത്തിന് വേണ്ടിയുള്ള താഴ്ന്ന ജാതിക്കാർക്കുമെതിരെയുള്ള യുദ്ധത്തിന് വേണ്ടിയുള്ള ശൂദ്രന്മാരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാം വചനങ്ങളാണ് എന്ന് വ്യാഖ്യാനിച്ചാൽ ആ വ്യാഖ്യാനം അർത്ഥമില്ലാത്തതാണ് എന്ന് നമുക്കറിയാം. കാരണം ഗീതയ്ക്ക് ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൽ വെച്ചുകൊണ്ട് വേണം ഗീതയെ വ്യാഖ്യാനിക്കുവാൻ എന്നതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഖുർആനുമായി ബന്ധപ്പെട്ട എല്ലാ വിമർശനങ്ങൾക്കും, ഈ രൂപത്തിലുള്ള വിമർശനങ്ങൾക്ക് നമ്മൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഒരു തവണയല്ല, മുസ്ലിം പണ്ഡിതന്മാർ ഇതെല്ലാം എന്ന് പറയണമെന്നാണ് സ്വാമിജിയുടെ അഭിപ്രായം. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലമായി മുസ്ലിം പണ്ഡിതന്മാർ ഇന്ത്യയിലാണെങ്കിലും ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലാണെങ്കിലും നമ്മുടെ കൊച്ചു കേരളത്തിലാണെങ്കിലും എല്ലാം പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിലെ യുദ്ധത്തിന്റെ ആയത്തുകളുടെ അർത്ഥം എന്താണ് എന്ന്, അത് പ്രയോഗവൽക്കരിക്കേണ്ട സന്ദർഭം എന്താണ് എന്ന് മുസ്ലിങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് തന്നെ കടന്നുപോയിട്ടുണ്ട്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിന്റെയുള്ളിൽ പൊതുവേദികളിൽ വെച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ് ഇൻഷാ അല്ലാഹ് ഈ സീരീസിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്താണ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇസ്ലാമിക പ്രബോധകർ മനസ്സിലാക്കിയത് എന്ന്, മുസ്ലിങ്ങളെ ഉത്ബോധിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചത് എന്ന്. ഒരിക്കലും ഭീകരവാദം പ്രചരിപ്പിക്കാൻ, തീവ്രവാദം പ്രചരിപ്പിക്കാൻ ഇസ്ലാമിക പ്രബോധകർ പരിശ്രമിച്ചിട്ടില്ല എന്നത് സത്യമാണ്. അത് കേവലം ആരെങ്കിലും ഭയപ്പെട്ടതുകൊണ്ടല്ല. പരിശുദ്ധ ഖുർആനിൽ നിന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് ഇസ്ലാമിനെ പഠിച്ചവർക്ക് ഒരിക്കലും ഭീകരവാദത്തെയോ തീവ്രവാദത്തെയോ അനുകൂലിക്കുവാനോ അത് പ്രചരിപ്പിക്കുവാനോ സാധ്യമല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതിനെതിരെ നിൽക്കാനേ, ഭീകരവാദത്തിനെതിരെ നിൽക്കാനേ അത്തരം ഖുർആനിൽ നിന്ന് മതം പഠിച്ചവർക്ക് കഴിയൂ എന്നുള്ളതൊരു സത്യമാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ, ഖുർആൻ അപകടമാണ് എന്ന് വരുത്തുവാൻ, ഖുർആനിൽ പ്രബോധനം ചെയ്യുന്ന തടയിടുവാൻ, പരിശുദ്ധ ഖുർആൻ ആയത്തുകൾ അപ്രസക്തമാണ് എന്ന് വാദിക്കുവാൻ ശ്രമിക്കുന്നവർ പരിശുദ്ധ ഖുർആനെ പഠിക്കാൻ, പ്രവാചകന്റെ ജീവിതത്തെ പഠിക്കാൻ സന്നദ്ധമാകണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇതിനുശേഷം വരുന്ന ഈ മുൻപ് നടന്ന ഇത്തരം വിഷയങ്ങളിലുള്ള വിശദീകരണങ്ങൾ നിങ്ങൾ കേട്ടാൽ പരിശുദ്ധ ഖുർആനിൽ നിന്ന്, തിരുസുന്നത്തിൽ നിന്ന് യുദ്ധത്തിന്റെ സന്ദർഭത്തിലാണെങ്കിലും ആത്മമിത്രങ്ങളെ സ്വീകരിക്കുന്ന സന്ദർഭത്തിലാണെങ്കിലും മറ്റ് സന്ദർഭങ്ങളിലെല്ലാമുള്ള വചനങ്ങൾ, ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന വചനങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മനസ്സിലാക്കി ഖുർആനിന്റെ പ്രചാരകരായി, ഖുർആനിനെ കൂടുതൽ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നവരായി തീരുവാനാണ് ഇത്തരം സന്നിഗ്ധമായ സന്ദർഭങ്ങളിൽ മുസ്ലിങ്ങൾ പ്രതിജ്ഞ എടുക്കേണ്ടത്. അതിന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.